Hello Flutter developers, welcome back to our channel Code with Mallu. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പേജിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നാവിഗേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് ആപ്ലിക്കേഷൻ്റെ 5th പാർട്ടാണ്. ഇപ്പം പ്രീവിയസ് വീഡിയോസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, നിങ്ങളത് കണ്ടിട്ട് വരിക. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന കോഡിംഗ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗിറ്റബിൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കാൻ റെഫർ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് റീഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇവൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും ഒരെണ്ണം ഔട്ട്പുട്ട് വരുന്നത്, അതായത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ആവുന്ന പോലെ നമുക്ക് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വിജറ്റിന് ഇതാണ് ഇതിൻ്റെ ഒരു വിജറ്റ്. അതായത് ഈ എലിമെൻറ്റ് ഇൻ ക്യാൻഡൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഒക്കെ ഉള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വിജറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു വിജറ്റിനെ നമുക്ക് കൺട്രോൾ ഡോട്ട് അടിച്ചിട്ട് റാപ്പ് വിത്ത് ഗെസ്റ്റർ ഡിറ്റക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെസ്റ്റർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞൊരു വിജറ്റിലേക്ക് നമ്മുടെ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വിജറ്റ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമുക്ക് ഈ ഒരു ഗെസ്റ്റർ ഡിറ്റക്ടറിൻ്റെ അകത്ത് നമുക്ക് എന്ത് വിജറ്റ് വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം കേട്ടോ. അതായത് ചൈൽഡായിട്ട് നമുക്ക് കണ്ടെയ്നർ റാപ്പ് ചെയ്യാം, ഇമേജ് റാപ്പ് ചെയ്യാം, എന്ത് വേണം, ടെക്സ്റ്റ് ആവട്ടെ, എന്ത് വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പം ഈ ഒരു ഗെസ്റ്റർ ഡിറ്റക്ടറിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെസ്റ്റർ ഡിറ്റക്ടറിൻ്റെ ചൈൽഡായിട്ട് നമ്മൾ എന്താണോ പാസ് ചെയ്തത് ആ ഒരു ചൈൽഡിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു സ്വൈപ്പ് ഇവൻറ്റോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ല ഡബിൾ ടാപ്പിന് ലൈക്ക് ആവുന്നു, അങ്ങനത്തെ ഒക്കെ ഓരോരോ ഇവൻറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഗെസ്റ്റർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ഒരു വിജറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം വേണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഡബിൾ ടാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലിക്ക് ആകുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു പ്രിൻ്റ് ആവുന്ന പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. സോ അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺ ടാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ തന്നെ ആ ഓൺ ടാപ്പിൻ്റെ അകത്ത് നമ്മളൊരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്തു, അതായത് ഒരു വോയിഡ് ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്തു. ആ വോയിഡ് ഫംഗ്ഷൻ്റെ അകത്ത് ജസ്റ്റ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പ്രിൻ്റ് ആവുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, നമ്മളിപ്പം ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞ സംഭവം പ്രിൻ്റ് ആവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബിൽഡ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഈ ഒരു വിജറ്റിനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു വിജറ്റാണ് നമ്മൾ റാപ്പ് ചെയ്തേക്കുന്നത് ഗെസ്റ്റർ ഡിറ്റക്ടറിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ പ്രസ് ചെയ്താൽ കണ്ടില്ല, നമുക്കവിടെ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ നമ്മുടെ വിജറ്റ്സിലൊക്കെ പ്രസ് ചെയ്താലോ വരുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു വിജറ്റിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഗെസ്റ്റർ ഡിറ്റക്ടറിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ എന്താണ് ക്ലിക്ക് ഇവൻ്റുള്ളത്, പ്രിൻ്റാണ്, ഈ ഒരു ഓബ്ജക്റ്റ് പ്രിൻ്റ് ആനാണ്. അപ്പം ഇതൊരെണ്ണം പ്രിൻ്റ് ആവും. ഓക്കെ അല്ല, അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു പേജ് വേണം. അത് പേജ് ഇല്ലെങ്കിൽ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ആദ്യം ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. .dart എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ഡാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ലാസ്റ്റിൽ ഒരു .dart എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ വരണം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കത് ഡാർട്ടിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ അല്ല, അപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് പേജിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്ലെസ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. HTML എന്ന് അടിച്ചാൽ മതി. അതാണ് അതിൻ്റെ ക്ലാസ്സിൻ്റെ പേരൊന്ന് നമുക്ക് ഡീറ്റെയിൽസ് പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ എറർ ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. material.dart. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ എളുപ്പമുള്ള വഴിയുണ്ട്, എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിവിടെ എറർ കാണിച്ചിട്ടുണ്ട്. അപ്പം എററിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+Dot അടിച്ചിട്ട് നമുക്കിവിടെ കാണാം 3 ഓപ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ട് ലൈബ്രറി കുപ്പർച്ചിനോ ആപ്പ്, അങ്ങനെ വിജറ്റ്, അങ്ങനെ മെറ്റീരിയൽ ആപ്പ് എന്നുണ്ട്. കണ്ടില്ല, ഇവിടെ തന്നെ ഇമ്പോർട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആപ്പ് എന്നൊരു പാക്കേജിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്കാഫോൾഡ് നമുക്ക് ആദ്യം പാസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ സ്കാഫോൾഡിൻ്റെ ബോഡി ആയിട്ട് ഒരു സെൻറ്റർ വിജറ്റ്, അതിൻ്റെ ചൈൽഡായിട്ടൊരു ടെക്സ്റ്റ്, ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രിൻറ്റ് ചെയ്യാം. Okay, now we just a dummy text pass. But we want
ഒരു കാർഡിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകുമ്പം നമുക്ക് അടുത്ത പേജ് വന്നിട്ട് ഇവിടെയുള്ള കണ്ടൻസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു ഡമ്മി ആയിട്ട് നമുക്ക് ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പ്രിൻറ്റ് ഓബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ബോയിലർ പ്ലേറ്റ് കോഡാണ്. അതായത് ഒരു 2 to 3 ലൈൻസ് ഡാറ്റിൻ്റെ അകത്ത് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ അത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തെന്ന് വെച്ചാൽ നാവിഗേറ്റർ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എവിടെയായിരുന്നു മീഡിയ ക്വയറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് നമ്മൾ മീഡിയ ക്വയറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം സംഭവമാണ് ഈ നാവിഗേറ്ററിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് ഇവിടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് പേജ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിവിടെ പാസ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് ഈ ഒരു റൗട്ടിൻ്റെ അകത്ത് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നമുക്ക് മെറ്റീരിയൽ പേജ് റൗട്ട് എന്ന് പറഞ്ഞൊരു വിജറ്റ് പാസ് ചെയ്യണം. അങ്ങനെ ഈ ഒരു ബിൽഡറിൻ്റെ അകത്ത് നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ബിൽഡ് കോണ്ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ബിൽഡ് കോണ്ടെക്സ്റ്റ് വേണം. അതായത് നമുക്കിവിടെ ഉള്ളൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് പാസ് ചെയ്യണം. അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷനും പാസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് പേജ് എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അതാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം റിട്ടേൺ ചെയ്യാൻ നെക്സ്റ്റ് പേജ് നമുക്ക് ഏതാണ് വേണ്ടത്? നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് പേജിൻ്റെ അകത്താണ് നമുക്ക് പോകേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് പേജ് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് കൊണ്ട് ഇടാൻ മറക്കല്ലോ. ഓക്കെ, അങ്ങനെ തന്നെ ജസ്റ്റ് ഒരു സെമിക്കോളൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എറർ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് പേജ് നമ്മുടെ ഈ ഒരു മെയിൻ ഡോട്ട് ഡാറ്റിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എറർ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് പേജ് നമ്മൾ എവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു മെയിൻ ഡോട്ട് ഡാറ്റിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ എറർ വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ നമ്മൾ മാനുവലി ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം നമ്മുടെ ഏറ്റവും ടോപ്പിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൺട്രോൾ ഡോട്ട് അടിച്ചിട്ട് ഇമ്പോർട്ട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഡീറ്റെയിൽസ് പേജ് ഡോട്ട് ഡാറ്റ് എന്നൊരു സംഭവം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ എറർ ഇവിടെ പോയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വിജറ്റിനെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ടല്ലോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എറർ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് എറർ എന്താണെന്ന് നോക്കാം. നാവിഗേറ്റർ ഓപ്പറേഷൻ റിക്വസ്റ്റ് വിത്ത് കോൺടാക്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് a നാവിഗേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നാണ് നമുക്ക് എറർ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ മീഡിയ ക്വയറി യൂസ് ചെയ്തപ്പോഴും നമുക്ക് ഈ ഒരു എറർ ഏതാണ്ട് ഇതേപോലത്തെ ഒരു എറർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളെങ്ങനെ സോൾവ് ചെയ്ത് നമ്മളൊരു ക്ലാസ്സിലേക്ക് നമ്മുടെ പേരൻറ്റ് വിജറ്റ് നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. അങ്ങനെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ക്ലാസ്സിലേക്ക് റാപ്പ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അതിൻ്റെ പേരൻ്റായിട്ടുള്ള ഈ ഗസ്റ്റ് ഡയറക്ടറിൻ്റെ പേരൻ്റായിട്ടുള്ള വിജറ്റ് ഒന്നെങ്കിൽ നമുക്ക് റോ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സിംഗിൾ സൈഡ് സ്ക്രോൾ ഏത് വേണം എടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണത്തിന് കൺട്രോൾ ഡോട്ട് അടിച്ചിട്ട് എക്സ്ട്രാക്ട് വിജറ്റിന് കൊടുക്കാം. കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പേര് നമുക്ക് മൈ ക്യാൻഡൽ ലിസ്റ്റ് എന്ന് കൊടുക്കാം. ക്യാൻഡൽസ് ലിസ്റ്റ് ക്യാൻഡൽസ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ റീഫാക്ട് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് റീഫാക്ടർ എനിവേ എന്ന് കൊടുക്കാം. നമുക്ക് എറർ എന്താ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ പിടിച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തത് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തായിരുന്നു, നമ്മുടെ മേലത്തെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അകത്തായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലേക്കാണ് നമ്മുടെ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ വരേണ്ടത്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എറർ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ റീഡയറക്റ്റ് ആവുന്നുണ്ടല്ലോ നോക്കാം. നേരത്തെ നമുക്ക് എറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വിജറ്റിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തു. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വിജറ്റിലേക്ക് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു നാവിഗേറ്റർ ഓഫ് കോൺടെക്സ്റ്റ് നമുക്ക് എറർ തരുന്നുണ്ടോ ഇല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റീഡയറക്ഷൻ കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു വിജറ്റിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് റീഡയറക്ഷൻ. ബാക്കിത്തെ വിജറ്റ്സിൻ്റെ അകത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കൊന്നെങ്കിൽ ഈ ഒരു ഗസ്റ്റ് ഡിക്റ്ററിൻ്റെ അകത്ത് ചൈൽഡായിട്ട് നമ്മൾ കൊടുത്തത് ഈ ഒരു ബിൽഡ് വിത്ത് ലോർ എന്ന് പറഞ്ഞ ഒരു മെത്തഡാണ്. അങ്ങനെ ഓരോരോ ഗസ്റ്റ് ഡിക്റ്റർ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബിൽഡ് മെത്തേഡ് നമുക്ക് ചൈൽഡായിട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് വേറെ ഒരു പേജിൻ്റെ അകത്ത് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു ഗുഡ് പ്രാക്ടീസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് അതായത് ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റ് വരുമ്പം ഒരു ലിസ്റ്റിൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വരും, അതായത് ഓരോരോ പ്രൊഡക്ട്സ് വരും. അപ്പോൾ ഓരോരോ പ്രൊഡക്ട്സ് വരുമ്പം അതിനെല്ലാം ഗസ്റ്റ് ഡിക്റ്ററിൽ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞതൊരു പറ്റുന്ന പരിപാടിയല്ല. സോ അതിനുവേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓൺ ടാപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മാത്രം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു ഗസ്റ്റ് ഡിക്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താണോ ഉള്ളത് ആദ്യം നമുക്ക് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇപ്പം ക്ലിക്ക് ചെയ്താൽ ഒരു ഇവൻറ്റും ആവുന്നില്ല. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ്, ഈ ബിൽഡ് ഫംഗ്ഷൻ അകത്തുള്ള പ്രോപ്പർട്ടീസാണ് എല്ലാ ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്തും കോമൺ ആയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഗസ്റ്റർ ഡിക്റ്ററിനെ റാപ്പ് ചെയ്യാം. ഗസ്റ്റർ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ഓൺ ടാപ്പിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഓൺ ടാപ്പ് പ്രോപ്പർട്ടീൻ്റെ അകത്ത് നമ്മളിപ്പം കോപ്പി ചെയ്ത സംഭവം നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ക്രോപ്പ് ചെയ്തു, അങ്ങനെ നമ്മൾ ഗസ്റ്റർ ഡിക്റ്ററിൻ്റെ അകത്ത് റാപ്പും ചെയ്തു. പക്ഷേ നമുക്കിവിടെ എറർ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാല്യൂ ടൈപ്പ് ഗസ്റ്റർ ഡിറ്റക്ടർ കനോട്ട് ബി റിട്ടേൺഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എറർ വരുന്നത്. സോ അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പാഡിങ് ആയിരുന്നു നമ്മൾ റിട്ടേൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഗസ്റ്റർ ഡിറ്റക്ടറാണ്. അപ്പം നമുക്ക് ഈ ഒരു ഗസ്റ്റർ ഡിറ്റക്ടറിനാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ബിൽഡ് ഫംഗ്ഷനായിട്ട് നമ്മുടെ ഗസ്റ്റർ ഡിറ്റക്ടറാണ് നമുക്ക് വരേണ്ടത്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഗസ്റ്റർ ഡിറ്റക്ടറിനെ കോപ്പി ചെയ്തിട്ട് ഈ ഒരു പാഡിങ്ങിൻ്റെ പകരം നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു എറർ പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ള എറർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓഫ് കോൺടെക്സ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് എറർ വന്നിരിക്കുന്നത്. അൺഡിഫൈൻഡ് നെയിം കോൺടാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പാരാമീറ്ററിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബിൽഡ് കോൺടെക്സ്റ്റിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ എറർ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 4 പൊസിഷണൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. ഒരെണ്ണം ഇമേജ്, ഒരെണ്ണം ടൈറ്റിൽ, ഒരെണ്ണം പ്രൈസ്, അങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഒരു കോൺടെക്സ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ അതിനാണ് നമുക്കിവിടെ കോൺടെക്സ്റ്റും പാസ് ചെയ്യണം. ഓക്കെ, കോൺടെക്സ്റ്റ് ജസ്റ്റ് അങ്ങനെ എല്ലാത്തിനും നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ല, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ക്ലോസ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓരോരോ പേജിലേക്ക്, അതായത് എല്ലാ പേജും ക്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. സോ ആദ്യത്തെ പേജ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, റീഡയറക്റ്റ് ആവുന്നുണ്ട്. സെക്കൻഡ് പേജ് ക്ലിക്ക് ചെയ്യാം, റീഡയറക്റ്റ് ആവുന്നുണ്ട്. തേർഡ് പേജ് ക്ലിക്ക് ചെയ്ത് നോക്കാം, കണ്ടില്ലേ, എല്ലാ പേജും നമുക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റീഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്തു, അതായത് എലിമെൻറ്റ് ഇൻ ക്യാൻഡൽ എന്നൊരു പ്രൊഡക്റ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പം റീഡയറക്ഷൻ കറക്റ്റായിട്ട് വർക്കായി. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇനി എന്താണോ കൊടുക്കാൻ പോകുന്നത് ആ സെയിം കണ്ടൻറ് ആയിരിക്കും നമുക്കവിടെ ഡിസ്പ്ലേ ആവുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആവാൻ പാടില്ല. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസാണ് നമുക്കവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. സോ അതെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഒരു ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് അടുത്ത ക്ലാസ്സിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക്, അതായത് ഒരു പേജിലേക്ക് നമുക്ക് എങ്ങനെ ഡാറ്റാസ് എല്ലാം പാസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആക്കാമെന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.